നമസ്കാരം. ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടോബർ 2-ാം തീയതി കേരള ബോക്സ് ഓഫീസിലെ എസ്റ്റിമേറ്റ് കണക്കുകളാണ്. മാത്രമല്ല, കേരള ബോക്സ് ഓഫീസിലെ കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ള എല്ലാ സിനിമകളുടെയും എസ്റ്റിമേറ്റ് കളക്ഷൻ നമ്മൾ പരിശോധിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ ചാനൽ കുറച്ച് പേര് കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ഒക്ടോബർ 2-ന് കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രം, അതായത് കാന്താര എന്ന ചിത്രത്തിന്റെ 2-ാം ഭാഗം കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസായത്. കേരളത്തിലും റിലീസ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഈ ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പാണ് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 2-ാം തീയതി ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഈ ചിത്രം കളക്ട് ചെയ്തത് 6,15,00,000 രൂപയാണ്. ഒരു മലയാള സിനിമയ്ക്ക് തന്നെ കിട്ടുന്ന കളക്ഷൻ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു കളക്ഷൻ കാന്താര എന്ന ചിത്രം ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് നേടിക്കഴിഞ്ഞു എന്നത് സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. ഒക്ടോബർ 2-ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,03,00,000 രൂപയാണ് നേടിയത്. കഴിഞ്ഞ 36 ദിവസങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം 1 കോടിയോളം രൂപ നേടുന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു പരിഗണന ആ ചിത്രത്തിന് കിട്ടിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് 36 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം 117 കോടി രൂപ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമ എന്ന റെക്കോർഡ് ലോകയ്ക്ക് സ്വന്തമാക്കാൻ ഇനി വേണ്ടത് കേവലം 2-3 ദിവസങ്ങൾ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റ് കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2 ദിവസങ്ങൾ കൊണ്ട് ആ റെക്കോർഡ് ലോക എന്ന ചിത്രത്തിൽ സ്വന്തമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ തുടരും എന്ന ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രം ആ റെക്കോർഡ് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബൾട്ടി എന്ന ചിത്രം ഒക്ടോബർ 2-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 54 ലക്ഷം രൂപയാണ് നേടിയത്. അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂ ഒക്കെ ലഭിച്ച ഈ ചിത്രം ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ഗ്രിപ്പ് ബോക്സ് ഓഫീസിൽ നിലനിർത്തുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാന്താര, ലോക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ട് ഓടുന്ന സിനിമ ഈ ചിത്രം തന്നെയാണ്. എന്തായാലും 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ബൾട്ടി എന്ന ചിത്രം നേടിയത് 6,33,00,000 രൂപയാണ്. ഒരിക്കലും ഒരു ചെറിയ കളക്ഷൻ അല്ല, എന്നാൽ വേണ്ടത്ര കളക്ഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇഡ്ലിക്കടൈ എന്ന തമിഴ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒക്ടോബർ 2-ാം തീയതി നേടിയത് 18,20,000 രൂപയാണ്. ഒരു ഫീൽ ഗുഡ് അഭിപ്രായമുള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായമുള്ള ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വലിയ എൻഗേജ്മെന്റ് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 46 ലക്ഷം രൂപയാണ്. മിറാഷ് എന്ന ചിത്രം ഒക്ടോബർ 2-ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 7 ലക്ഷം രൂപ മാത്രമാണ്. വലിയൊരു പരാജയത്തെയാണ് ഈ ചിത്രം നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലെജൻഡറി ഡയറക്ടർ ജീത്തു ജോസഫ്, ആസിഫ് അലി എന്നിവർ ഒന്നിച്ചെത്തിയ ഈ ചിത്രം വലിയ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ആരാധകരെ അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഇതിന്റെ കളക്ഷൻ ലെവലിൽ നോക്കുമ്പോൾ നമുക്കും വിലയിരുത്താവുന്ന കാര്യം. ഏതായാലും 14 ദിവസം കൊണ്ട് കേവലം 5,80,00,000 രൂപ മാത്രമാണ് ഇതുവരെ ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഡെമോൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ എന്ന ജപ്പാൻ ആനിമെ ചിത്രം ഒക്ടോബർ 2-ാം തീയതി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ഏകദേശം 3.5 ലക്ഷം രൂപയാണ്. വലിയ രീതിയിലുള്ള സ്വീകാര്യത ഈ ചിത്രത്തിന് ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ലഭിച്ചു കഴിഞ്ഞു. 21 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം സ്വന്തമാക്കിയത് 5,08,00,000 രൂപയാണ്. വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൽകിയത്. 5,08,00,000 എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫിഗറായി തോന്നുമെങ്കിലും ജപ്പാൻ അനിമേ സിനിമയെ സംബന്ധിച്ചിടത്തോളം, കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഈ ഒരു കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം ഒക്ടോബർ 2-ാം തീയതി 3 ലക്ഷമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത്. അങ്ങനെ 7 ദിവസങ്ങൾ കൊണ്ട് 47 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻഗേജ്മെന്റ് കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ലഭിച്ചിട്ടുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇതിനോടകം OTT പ്രദർശനം ആരംഭിച്ച ഹൃദയപൂർവ്വം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഒക്ടോബർ 2-ാം തീയതി 1.5 ലക്ഷം രൂപ കളക്ഷൻ എടുത്തിരിക്കുന്നു. മിക്കവാറും മൾട്ടിപ്ലക്സ് ബേസ് ചെയ്തിട്ടുള്ള തിയേറ്ററിലായിരിക്കാനാണ് സാധ്യത. എന്തായാലും OTT വന്നിട്ടും ഏകദേശം 36 ദിവസങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടും ഈ ചിത്രം 1.5 ലക്ഷത്തോളം രൂപ
കഴിഞ്ഞ ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കി എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഏതായാലും 36 ദിവസങ്ങൾ കൊണ്ട് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം 42,15,00,000 രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വിജയമാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നിലവിൽ നേടിയത്. 42 ദിവസങ്ങളിൽ പിന്നിട്ട തലവര എന്ന അർജുൻ അശോക് ചിത്രം ഇതുവരെ 42 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 2,44,00,000 രൂപ നേടി. ഒരു നല്ല സിനിമയായിട്ടും ഈ ചിത്രത്തിന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വ്യക്തിപരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എങ്കിൽ പോലും 2,44,00,000 ഇതിനോടകം തലവര എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 46 ദിവസങ്ങൾ കൊണ്ട് നേടിയിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ 8 ദിവസം പൂർത്തിയാക്കിയ കരം എന്ന ചിത്രം ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് കേവലം 1,30,00,000 രൂപയാണ്. വളരെ വലിയൊരു പരാജയത്തെയാണ് ഈ ചിത്രം ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിനീത് ശ്രീനിവാസന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം ചിത്രങ്ങളിൽ ഒന്നായി ഒരുപക്ഷെ കളക്ഷൻ ബേസിൽ വിലയിരുത്തപ്പെടാൻ പോലും സാധ്യതയുള്ള ചിത്രമായി കരം ഇതിനോടകം മാറിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ 14 ദിവസങ്ങൾ പൂർത്തിയാക്കിയ വള എന്ന ചിത്രം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 14 ദിവസം കൊണ്ട് നേടിയത് കേവലം 1 കോടി രൂപ മാത്രമാണ്. ഈ ചിത്രവും നിലവിൽ വലിയൊരു പരാജയത്തെയാണ് ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും വലിയൊരു പരാജയത്തെയാണ് ഈ ചിത്രം ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓജി എന്ന തെലുങ്ക് ചിത്രം 8 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുമ്പോൾ കളക്ഷനായി ലഭിച്ചത് ഏകദേശം 45 ലക്ഷം രൂപയാണ്. ഒരു തെലുങ്ക് ചിത്രത്തിന് കിട്ടാവുന്ന കളക്ഷൻ കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപക്ഷെ NTR അല്ലു അർജുനോ അല്ലെങ്കിൽ അത്തരം സ്റ്റാറുകൾ തെലുങ്കുന്നാണെങ്കിൽ ഒരുപക്ഷെ ഇതാവില്ല കളക്ഷൻ. പക്ഷെ പവൻ കല്യാണിനെ സംബന്ധിച്ചിടത്തോളം കേരള ബോക്സ് ഓഫീസിലെ ബോക്സ് ഓഫീസ് പവർ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഈ സിനിമയുടെ കളക്ഷന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും തോന്നുന്നില്ല. ചെയിൻസോ മാൻ എന്ന ആനിമെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 ദിവസം കൊണ്ട് ഇതിനോടകം സ്വന്തമാക്കിയത് 22 ലക്ഷം രൂപയാണ്. അനിമെ ചിത്രത്തിന് വലിയൊരു സ്വീകാര്യത കേരളത്തിലുണ്ട്. എങ്കിൽ പോലും ആ പറയപ്പെടുന്ന ഒരു സ്വീകാര്യത ഈ ചിത്രത്തിന് ലഭിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. എങ്കിൽ പോലും 22 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ടൊക്കെ കളക്ട് ചെയ്യാൻ മാത്രം കേരള ബോക്സ് ഓഫീസിൽ ആനിമെ ഫാൻസ് ഉണ്ട് എന്നുള്ളത് ഇതോടെ വ്യക്തമാകുകയാണ്. എന്തായാലും ഡിമോൺ സ്ലെയർ എന്ന ആനിമെ ചിത്രം വലിയ വിജയമാണ്. അത്ര തന്നെ വിജയമായിട്ടില്ലെങ്കിൽ പോലും നിലവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻഗേജ്മെന്റ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയുമാണ് കേരള ബോക്സ് ഓഫീസിലെ നിലവിലെ സാഹചര്യം. വരും ദിവസങ്ങൾ കാന്താര എന്ന ചിത്രം എന്തായാലും വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ലോക എന്ന ചിത്രം മലയാളത്തിന്റെ എല്ലാ റെക്കോർഡുകളും ലോകയ്ക്ക് ശേഷം എന്നാവും ഇനി വിലയിരുത്തപ്പെടുക എന്നാണ് തോന്നുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്ര സംഭവങ്ങളാണ്. എന്തായാലും വരും ദിവസം എന്ത് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കാമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. തൽക്കാലത്തേക്ക് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.